നീ എന്തായി കാണിക്കുന്നേ? എന്താ പ്രശ്നം? ഇവളെന്തിനാ നമ്മുടെ കൂടെ ഇവിടെ ആഹാരം കഴിക്കാനിരിക്കുന്നത്? ഇവിടെ അതാണല്ലോ പതിവ്. പിന്നെ ഇന്ന് മാത്രം എന്താ ഒരു പ്രശ്നം? ഇവിടെ ആർക്കും അയിത്തൊന്നുമില്ല. ഞാനിവിടെ വന്ന നാള് മുതല് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത്. ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. ചിക്കൻ പോക്സ് വന്ന ഒരു പേഷ്യന്റിനെ നോക്കുന്നവളാ നീ. നിന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചാ ഞങ്ങൾക്കും അത് വരില്ല എന്ന് എന്താ ഉറപ്പ്? അച്ഛാ, ഇവളോട് പ്ലേറ്റ് എടുത്ത് അടുക്കളയിൽ എങ്ങാനും പോയിരുന്ന് കഴിക്കാൻ പറ. എനിക്കിതൊക്കെ പേടിയാ. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഏട്ടത്തി ബോധം കെട്ട് താഴെ വീണുപോയാൽ എന്ത് ചെയ്യും? മനുഷ്യന്റെ കാര്യല്ലേ, അടുത്ത നിമിഷം എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ചേച്ചി കുറച്ചും കൂടി മര്യാദയ്ക്ക് സംസാരിക്കണം. ചിക്കൻ പോക്സ് പിടിച്ച ഒരാളെ നോക്കുന്നതേ അത്ര ചെറിയ കാര്യമൊന്നും അല്ല. അവരെ ബഹുമാനിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ പരസ്യമായിട്ട് അപമാനിക്കലല്ല. ചേച്ചി സ്നേഹയുടെ മൂത്ത ഏട്ടത്തിയാണല്ലോ, എന്നിട്ട് ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? ഓ, നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്ത് വഴക്കിന് വരണ്ട. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് അച്ഛനോ ഇവളെ പറയട്ടെ. അവന്തികെ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. മോളിതൊന്നും കാര്യമാക്കണ്ട. സമാധാനത്തോടെ ആഹാരം കഴിക്കുക. അച്ഛൻ ഇങ്ങനെ എല്ലാത്തിനും ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാ? ഞാൻ ന്യായമായ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇതൊരു പകർച്ചവ്യാധിയാ. അസുഖം വന്നവരെ നോക്കുന്ന ആരായാലും അവരുടെ ശരീരത്തും കയ്യിലും കാലിലും ഒക്കെ രോഗാണുക്കൾ കാണും. എന്നിട്ട് ഇവിടെ വന്ന് എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇവക്കെന്താ ഭ്രാന്തുണ്ടോ? അല്ല, എന്താ നീയൊന്നും പറയാത്തെ? ഇങ്ങനെ കണ്ണും തുറച്ച് നോക്കിയിരിക്കാതെ ഒന്ന് എഴുന്നേറ്റ് പോ. ഇല്ലെങ്കിൽ ഞാനിത് കഴിക്കുന്നില്ല. എനിക്ക് പേടിയാ. അതല്ല, ഇവിടെ ആരും ആഹാരം കഴിക്കാതിരിക്കുന്നത് നിനക്ക് ഇഷ്ടമെങ്കിൽ നിന്റെ ആഗ്രഹം നടക്കട്ടെ. ആർക്കും രോഗം പകരണമെന്ന് കരുതി ഞാൻ മനഃപൂർവ്വം വന്നിരുന്നതൊന്നുമല്ല. എല്ലാ ദിവസവും ഒരുമിച്ച് കഴിക്കാനിരിക്കുന്നത് പോലെ വന്നിരുന്നു പോയി. സോറി, ഞാൻ പൊയ്ക്കോളാം. ചേച്ചി, ഇവരെന്തെങ്കിലും ഭ്രാന്ത് പറഞ്ഞു എന്ന് കരുതി ഏട്ടത്തി എന്തിനാ എഴുന്നേറ്റ് പോകുന്നേ? ഇവിടെ ഇരുന്ന് കഴിച്ചാ മതി. ഇനി ഞങ്ങൾക്ക് ആർക്കെങ്കിലും രോഗം പകരുന്നെങ്കിൽ അങ്ങ് പകർന്നോട്ടെ. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അപ്പോ എനിക്ക് രോഗം വരണമെന്നാണോ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ്? ചേച്ചിയുടെ മനസ്സിലിരിപ്പ് ഇതൊക്കെയാണെങ്കിൽ ഉറപ്പായിട്ടും അസുഖം വരും. ദേ, അനാവശ്യം പറയരുത്. എന്റെ പേരിൽ നിങ്ങൾ ആരും വഴക്കിടണ്ട. ആഹാരം കഴിക്കാൻ ഡൈനിങ് ടേബിൾ തന്നെ വേണമെന്നൊന്നുമില്ല. അടുക്കളയിൽ നിലത്തിരുന്നായാലും കഴിക്കാവുന്നതേ ഉള്ളൂ. അവന്തികെ, നീ കാണിച്ച കുറച്ച് കടുത്തുപോയി. ഈ ഭക്ഷണം ഞാൻ എങ്ങനെ കഴിക്കും? അർച്ചന എന്റെ ഒപ്പം വന്നിരുന്നതല്ലേ. ഇവിടെ രോഗാണുക്കളൊക്കെ കാണും. ചൂടുവെള്ളത്തിലും ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടല്ലാതെ ഞാൻ ഇനി ആഹാരം കഴിക്കില്ല. അവന്തികെ, കഴിക്കുന്നില്ലെങ്കിൽ നീ കഴിക്കണ്ട. ആഹാരം വേണ്ടെങ്കിൽ അത് വേസ്റ്റ് ബോക്സിൽ കളഞ്ഞേക്ക്.
പക്ഷേ നീ നീക്കി വെച്ച ഈ പാത്രം അതെടുത്ത് കഴുകി വെച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ വെറുതെ ആഹാരം എടുത്ത് കളയാനൊന്നും പറ്റില്ല. ഞങ്ങള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. ചേച്ചി ഇത് കഴിച്ചിട്ട് പാത്രം കഴുകി വെച്ചിട്ട് പോയാ മതി. അല്ലാതെ ഞങ്ങൾ ചേച്ചിയുടെ പാത്രം എടുത്ത് കഴുകി വെക്കുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ ആരും ആരുടെയും ജോലിക്കാരൊന്നും അല്ല. ആഹാരത്തിന് മുമ്പിൽ അഹങ്കാരവും നിഷേധവും കാണിക്കരുത്. ദൈവം പോലും അത് പൊറുക്കില്ല. ഇന്ന് നമുക്ക് കഴിക്കാൻ ഈ മേശമേൽ നിറയെ ഭക്ഷണമുണ്ട്. പക്ഷേ നാളെ ഒരു ദിവസം അങ്ങനെ ആവണമെന്നില്ല. വിശപ്പടക്കാൻ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ചിലപ്പോൾ കെഞ്ചേണ്ടി വരും. അത് ഓർമ്മ വേണം. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, പലപ്പോഴും അർച്ചനയോടുള്ള സ്നേഹയുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. പലതവണ നീ അതിന് അവൾക്ക് കൂട്ടുനിന്നിട്ടുമുണ്ട്. എന്നിട്ടും അവൾക്കൊരു വയ്യായിക വന്നപ്പോ അർച്ചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്. ഇവര് നേരത്തെ നിന്നോട് ചോദിച്ചല്ലോ, നീ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോന്ന്. അവന്തിയെ, കുടുംബസ്നേഹവും സഹോദര സ്നേഹവും നീ അർച്ചനയിൽ നിന്ന് കണ്ടു പഠിക്കണം. മേലിൽ ഇതുപോലുള്ള അഹങ്കാരം ഇവിടെ കാണിക്കരുത്. മര്യാദയ്ക്ക് വന്നിരുന്ന് കഴിക്കാൻ. അച്ഛൻ കഴിക്കേ. നിങ്ങളോട് പോന്നു. ഞങ്ങൾക്ക് അച്ചു ചേച്ചിയുടെ അടുത്ത് പോയിരുന്ന് കഴിക്കുന്ന സുഖം. വാനക്കെ പോവാ. നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ? ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ചിക്കൻ ബോക്സ് വരുവാണെങ്കിൽ ഞാൻ
പക്ഷേ എനിക്കറിയാം, അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം അവർക്ക് വന്ന ഞാൻ അവർക്കരികിൽ എത്തുന്നതിന് മുന്നേ അവരെ നോക്കാൻ അവിടെ എത്തുന്നത് അർച്ചനേട്ടത്തെയായിരിക്കും ഒന്ന്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്ക് വേണ്ടേ? ആവശ്യമില്ലാത്ത വാശിയും ശത്രുതയൊക്കെ നിറച്ചു വെച്ചിരിക്കാം അവരുടെ മനസ്സ് നിറയെ. അവരെ പൊളിച്ചെടുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട്. നിങ്ങൾ അവരോട് ആവശ്യമില്ലാതെ വഴക്കിനൊന്നും പോണ്ട. പിന്നെ എനിക്കവരെ പേടിയൊന്നുമില്ല. പറയാനുള്ളത് ഞാൻ എവിടെയാണെങ്കിലും പറയും. ഇതൊക്കെ നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നത്. അവർക്ക് തോന്നിയ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തായാലും ഇനി എനിക്കുള്ള ഭക്ഷണം നിങ്ങൾ ഔട്ട് ഹൗസിലേക്ക് തന്നാൽ മതി. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ കാരണം ആർക്കും ഒരു രോഗം ഉണ്ടാവാൻ പാടില്ല. ഇനിയും ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ഉദ്ദേശം? നമ്മൾ തമ്മിൽ പരസ്പരം ഒരു കരാറുണ്ടായിരുന്നു. അത് തെറ്റിച്ചതാരാ? എനിക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ടാവുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്നെ ഒഴിവാക്കിയിട്ട് ഒരു ലൈഫിനെ കുറിച്ച് നീ എപ്പ ചിന്തിച്ചു തുടങ്ങിയോ അപ്പം മുതൽ നിന്റെ വീഴ്ചയും തുടങ്ങി. ജീവിതകാലം മുഴുവൻ എന്നെ അടിമയാക്കി വെക്കാന്നാണോ നിന്റെ വിചാരം? ഇത്രയും കാലം അടിമയായിട്ടല്ലല്ലോ ജീവിച്ചത്, ആണോ? അടിമയായതുകൊണ്ടാണോ നിന്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ ഉദരത്തിൽ ചുമന്നത്? നഷ്ടപ്പെട്ടു പോയെങ്കിലും എന്റെ വയറ്റിൽ ആദ്യം കുരുത്ത കുഞ്ഞിന്റെ അച്ഛനാണ് നീ. മറ്റെന്തൊക്കെ മറന്നാലും അത് ഞാൻ മറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മറക്കേണ്ടത് മറക്കുക തന്നെ വേണം. നിന്റെ ജീവിതവും എന്റെ ജീവിതവും ഇപ്പൊ രണ്ട് വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നിന്റെ തോന്നല. നെല്ലിശ്ശേരി വീടിനെ മുഴുവൻ തകർത്തെറിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരുമിച്ചൊരു ജീവിതം, അങ്ങനെയൊരു കരാർ നമുക്കിടയിലുള്ളത് നീ എന്താ അങ്ങ് മറന്നുപോയത്? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ കരുതുന്ന ഒന്നുമല്ല ജീവിതം. പകയും പ്രതികാരം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, പരസ്പരം സ്നേഹിക്കാൻ കൂടിയുള്ളതാണ് ജീവിതം. അതെനിക്ക് മനസ്സിലാക്കി തന്നത് സ്നേഹയാണ്. നീ ആദ്യം നിന്റെ പ്രതികാര ബുദ്ധി ഉപേക്ഷിക്കും. നന്ദേട്ടൻ ഒരു പാവമാണ്. അല്പമെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും നീ അദ്ദേഹത്തെ സ്നേഹിക്കണം. അതിന് എനിക്ക് നിന്റെ ഉപദേശം ആവശ്യമില്ല. നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. ഇപ്പൊ നീ എന്തിനാ എന്നെ വിളിച്ചത്? അത് പറയും. നീ എപ്പോഴാ തിരിച്ചു വരുന്നത്? എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണം. 2-3 ദിവസം കഴിഞ്ഞ് വരും. ഈ ഒരു സാഹചര്യത്തിൽ നീ ഇവിടുന്ന് മാറിയത് എന്തായാലും നന്നായി. പക്ഷേ ഇനി ഒരിക്കലും എന്നോട് പറയാതെ നീ ഈ നെല്ലിശ്ശേരി വിട്ട് പോകരുത്. പിന്നെ പോയത് വേറെ വല്ല ഉദ്ദേശം വെച്ചിട്ടാണെങ്കിൽ അതൊന്നും നടക്കില്ല. ഇപ്പം നിന്റെ കയ്യിലുള്ള ആ ഫോട്ടോ, അത് നിന്നെ ഒരുപാട് ഭയപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ഭയം എപ്പോഴും നിന്റെ ഉള്ളിൽ വേണം. നെല്ലിശ്ശേരിയിൽ തിരിച്ചെത്തുന്നതിന് മുൻപ് ഈ വീടിന് പുറത്തു വച്ച് നമ്മൾ കണ്ടിരിക്കണം. പറയാനുള്ളത് പറഞ്ഞു തന്നെ തീർക്കാം. നീ ഫോൺ വെക്ക്. എനിക്ക് സ്നേഹയുടെ കോൾ വരുന്നുണ്ട്. ഓ, നിനക്കപ്പ അവളെ അത്രയ്ക്ക് പേടിയല്ലേ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ സ്നേഹം എന്താണെന്ന് നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കുമ്പോ നിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഞാൻ ഫോൺ കട്ട് ചെയ്യാം. ഹലോ, ധനുഷ് എപ്പോഴാ വരുന്നേ? ഞാൻ ഉടനെ വരാം. എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു. അത് നിനക്ക് മാത്രമല്ല, എനിക്കും അങ്ങനെ തന്നെയാ. നാളെ കുളിച്ചു കഴിയുന്നതോടെ എന്റെ അസുഖമൊക്കെ മാറൂന്ന അർച്ചനടുത്ത് പറഞ്ഞു. ആ സമയത്ത് ധനുഷൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ വരാം.
സച്ചേട്ടാ, മോള് ഉറങ്ങിയില്ലല്ലേ? ഇല്ല, ഉറങ്ങിയില്ല. കുറച്ചേരായി ഞാൻ ഉറക്കം നോക്കിയിട്ട്. ആദ്യം ചെറുതായിട്ടൊന്ന് കരഞ്ഞു. ഇപ്പൊ പക്ഷെ കരയുന്നില്ല. അവളുടെ അമ്മയ്ക്ക് അവളെ എടുക്കാൻ പറ്റില്ലെന്നൊക്കെ അവൾക്കറിയാം. അപ്പോ എനിക്കറിയില്ലെന്നാണോ? ഒരാഴ്ച ആകാറായി നീ എന്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്താടോ ഇത്? ഒരു ദിവസം കൂടി കഴിയട്ടെ സച്ചേട്ടാ. സച്ചേട്ടന്റെ ഉള്ളില് ഞാൻ കൂടെ ഇല്ലാത്തതിന്റെ വിഷമം ഉണ്ടെന്ന് എനിക്കറിയാം. സ്നേഹയുടെ കാര്യം നോക്കാൻ ഇപ്പൊ നമ്മളല്ലാതെ വേറെ ആരുമില്ല. അതിന് അവളെ നോക്കണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ചിക്കൻ ബോക്സ് പിടിച്ച ഒരു പേഷ്യന്റിനെ നോക്കുന്ന ആളാ ഞാൻ. ഈ മുറിയിലേക്ക് ഞാൻ വരാൻ പോലും പാടില്ലാത്തതാ. പക്ഷേ മോളെ സച്ചേട്ടനെയും കാണാതിരിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ വന്നേ. തനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് പറ്റി? എന്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. പക്ഷേ സച്ചേട്ടനോ മോൾക്കോ ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ടാ. സോറി. ശരി ശരി, താൻ പൊക്കോ. എന്നോട് പിണക്കമുണ്ടോ? എന്തിന്? എനിക്കറിയില്ല കാര്യങ്ങള്. താൻ അവളുടെ അടുത്തേക്ക് ചെല്ലു. ാവില്ലല്ലോ. എന്റെ മുറിയിൽ ഷീറ്റ് വിരിച്ച ഏട്ടത്തെ എനിക്ക് കാവല് കിടന്നത് ഞാൻ എങ്ങനെ മറക്കും? നീ എന്നെ മാലാഖയാക്കി കളയല്ലേ. ഈ അസുഖം നിനക്ക് വന്നാലും ആതിരയ്ക്ക് വന്നാലും എനിക്ക് ഒരുപോലെയാ. നിങ്ങൾ രണ്ടും എന്റെ അനിയത്തിമാരാ. ഞാനിത് പുറത്തു കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ഹലോ, ബിസിനസിന്റെ കാര്യങ്ങള് അതെല്ലാം സെറ്റായി. നമ്മുടെ ലൈഫ് ഇനി കളറാവും. സന്തോഷിക്കുന്ന